ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. നമ്മുടെ ഓണം എക്സാമിനേഷൻ അതാണല്ലോ ഇപ്പോൾ എല്ലാവരുടെയും ഡിസ്കഷൻ എന്ന് പറയുന്നു. നമ്മുടെ സ്കൂളിലെയും ക്ലാസ്സിലെയും ഒക്കെ ഡിസ്കഷൻ ഓണം എക്സാമിനേഷൻ ഇതാ വരാറായിട്ടുണ്ട്. സെപ്റ്റംബർ 4-ാം തീയതി ഓണം എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും കമ്പൽസറി ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സീസൺ ആൻഡ് ടൈം എന്ന് പറയുന്ന ചാപ്റ്റർ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് കയറിയ ശേഷം ആദ്യമായിട്ട് പഠിച്ച ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് ഓണം എക്സാമിനേഷൻ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. മക്കളെ റെഡി ആണല്ലോടാ? യെസ്. അങ്ങനെയാണെന്നിടയിൽ ഫസ്റ്റ് ആയിട്ട് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ള ഒരു പ്രോബബിലിറ്റി ചാൻസസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഒക്യുറൻസ് ഓഫ് ദ സീസൺ, അഥവാ ഋതുക്കൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന ഘടകങ്ങൾ ഏതെല്ലാം? നമ്മുടെ സീസണുകൾ ഉണ്ടാവാൻ നമുക്കറിയാം 4 സീസണുകളാണുള്ളത് അല്ലേ? നമ്മുടെ ഹേമന്തകാലമായിക്കോട്ടെ, വർഷകാലമായിക്കോട്ടെ, അങ്ങനെയുള്ള 4 സീസണുകൾ ആക്ച്വലി നമുക്കല്ലേ. ഈ സീസണുകൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എക്സാമിനേഷന് 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് കരുതിയിട്ട് അത് 2 പോയിന്റ് അല്ലേ എഴുതേണ്ടത്. ആക്ച്വലി 4 പോയിന്റുകളാണ് നമുക്ക് വരുന്നത്. ദ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നതിന് ദ റവല്യൂഷൻ ഓഫ് ദ എർത്ത്, ഭൂമിയുടെ പരിക്രമണമാണ്. റവല്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടാണ്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എന്താ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? എർത്ത് റിവോൾവ് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് നാം. നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭൂമിയാണെന്ന്, ഇത് സൂര്യനാണെന്ന് വിചാരിച്ചോ. ഈ സൂര്യനെ ആര് ചുറ്റുന്നുണ്ട്? ഭൂമി ചുറ്റുന്നുണ്ട്. ആ ചുറ്റുന്നതിനെ വിളിക്കുന്ന പേരാണ് റവല്യൂഷൻ എന്ന് പറയുന്നത്. ദാറ്റ്സ് കോൾഡ് ദ ഫസ്റ്റ് പോയിന്റ്. അതാണ് ഒന്നാമത്തെ കാരണം, ഭൂമിയുടെ പരിക്രമം. രണ്ടാമത്താണ് ദ ടിൽറ്റ് ഓഫ് എർത്ത് ആക്സിസ്, അച്ചുതണ്ടിന്റെ ചെരിവ് എന്ന് പറയും. ടിൽറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അച്ചുതണ്ടിന്റെ ചെരിവ് എന്നുള്ള കേട്ടോ. ടിൽറ്റ് എന്ന് പറയുന്നത് അച്ചുതണ്ടിന്റെ ചെരിവാണ്. എന്ന് വെച്ചാൽ ഭൂമി നേരെ കറക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ലാലേട്ടനെ പോലെയാണ് ഭൂമി എന്ത് ഒരു 23.5 ഡിഗ്രി ചെരിഞ്ഞിട്ട് അതിന്റെ ആക്സിസിൽ അച്ചുതണ്ടിൽ ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതായത് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണമാണ് പാരലിസം ഓഫ് എർത്ത് ആക്സിസ്, അച്ചുതണ്ടിന്റെ സമാന്തരത. പാരലിസം അഥവാ സമാന്തരത എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ ഭൂമി നമ്മൾ പറഞ്ഞല്ലോ ചെരിഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ, ഈ ചെരിവ് നമ്മുടെ റവല്യൂഷനിൽ കംപ്ലീറ്റ്, നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റുന്ന എല്ലാ സമയത്തും ഈ ചെരിവ് അതുപോലെ തന്നെ ഉണ്ടാവും. ആ ചെരിവിൽ എന്ത് ചെയ്യില്ല, ഒരു കാരണവശാലും ഒരു മാറ്റം ഉണ്ടാവില്ല. എർത്ത് മെയിൻറ്റെയിൻ ദിസ് ടിൽറ്റ് ത്രൂ ഔട്ട് ഇറ്റ്സ് റവല്യൂഷൻ എന്നാ പറയാം. പരിക്രമണത്തിനുടനീളം ഈ ചെരിവ് നിലനിർത്തുന്നതിനെ വിളിക്കുന്ന പേരാണിത് പാരലിസം. ഇതിന്റെ ഡീറ്റെയിലുകൾ നമുക്ക് വേറെ പഠിക്കാനുണ്ട്. പക്ഷെ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 2 മാർക്കാണ്. സോ ഈ പോയിന്റുകൾ മാത്രം എഴുതിയാൽ മതി. ദ ലാസ്റ്റ് പോയിന്റ് ഈസ് അപ്പിയറന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ, അഥവാ സൂര്യന്റെ അയനം. നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെയും ഇടയിൽ, ഉത്തരായന രേഖയുടെയും ദക്ഷിണായന രേഖയുടെയും സൂര്യൻ മൂവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് അപ്പിയറന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. സോ ഈ 4 പോയിന്റുകളാണ് നമ്മളോട് എന്ത് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത്. വാട്ട് ആർ ദ ഒക്യുറൻസ് ഓഫ് ദ സീസൺ, സീസണുകൾ ഉണ്ടാവാൻ, ഋതുക്കൾ ഉണ്ടാവാൻ കാരണമായ ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ 4 പോയിന്റുകൾ എഴുതാനുള്ളത്. സോ 4 പോയിന്റ് മക്കൾ പഠിച്ചല്ലോടാ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോയി നോക്കിയാലോ? അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ആയിക്കോട്ടെ. കാരണം മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇതാണ്. കുറച്ച് ഡേറ്റുകൾ തന്നിട്ടുണ്ട്. കുറച്ച് ഡേറ്റുകളിൽ ആക്ച്വലി നമുക്കറിയാവുന്ന ആകെ 4 ഡേറ്റുകളെ നമുക്ക് പഠിക്കാനുള്ളൂ. ഈ 4 ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് തന്നിട്ടുണ്ട്. ആ സമയത്തുള്ള സീസണുകളും തന്നിട്ടുണ്ട്. ഇതിൽ ഏത് സീസണാണ് എവിടേക്ക് എന്ന് എന്ത് ചെയ്താൽ മതി, നമ്മൾ മാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതാ മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പഠിക്കാൻ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് കോഡൊക്കെ ആയിട്ട് അവിടെ പറഞ്ഞു തന്നായിരുന്നു. നമുക്കറിയാം ഡിസംബർ 22 എന്ന് പറയുന്ന ഡേറ്റ് ഏതാണ്? വിന്റർ സോൾസ്റ്റീസ് അഥവാ ശൈത്യായനം തുടങ്ങുന്ന. അപ്പൊ ഡിസംബർ 22 തുടങ്ങുന്ന കാര്യം അത് ഏതായിരിക്കും? വിന്റർ ആയിരിക്കും. അഥവാ ഡിസംബർ 22 എന്ന് തുടങ്ങുന്നത് ശൈത്യകാലമായിരിക്കും. ഫസ്റ്റ് തിങ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കി. അതുപോലെ തന്നെ ജൂൺ 21 എന്ന് പറയുന്നത് ഗ്രീഷ്മായനാന്തമാണ്, സമ്മർ സോൾസ്റ്റീസ് ആണ്. അന്ന് മുതൽ ഗ്രീഷ്മകാലം തുടങ്ങും. അപ്പൊ ജൂൺ 21 സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 21 ടു സെപ്റ്റംബർ 23 ഇല്ലേ? അത് ഏതാണ്? സമ്മർ സീസൺ ആണ്, അഥവാ ഗ്രീഷ്മകാലമാണ്. ബാക്കിയുള്ള 2 പഠിക്കാൻ വേണ്ടിയിട്ട്, 2 എന്നല്ല മുഴുവനും പഠിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയാ പോയിന്റുകൾ ഉള്ളത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഈസിയസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി തന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയാണെന്നുണ്ടെങ്കിൽ ആ കാലം ഏതാണ്? സ്പ്രിംഗ് സീസൺ, വസന്ത കാലഘട്ടമാണ്. സദേൺ ഹെമിസ്ഫിയർ പഠിക്കണോ? വേണ്ട. സദേൺ ഹെമിസ്ഫിയർ പഠിക്കേ വേണ്ട, നോർത്തേൺ ഹെമിസ്ഫിയർ പഠിച്ചാൽ മതി. അത് ഐഡിയ ഞാൻ പറഞ്ഞു തരും. അതുപോലെ തന്നെ ജൂൺ 21 ടു സെപ്റ്റംബർ 23 വരെ ഏതാണ്? സമ്മർ സീസൺ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സമ്മർ സീസൺ ആണ് ആ കാലം എന്ന് പറഞ്ഞാൽ. അതേസമയം സെപ്റ്റംബർ 23 ടു ഡിസംബർ 22 വരെ ഏതാണ്? നമ്മുടെ ഓട്ടം സീസൺ ആണ്, ഹേമന്ത കാലഘട്ടമാണ്.
അതേസമയം ഡിസംബർ 22 ടു മാർച്ച് 21 വരെ ഏതാണ്? ശൈത്യകാലമാണ്, വിന്റർ സീസൺ ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഏത് ഹെമിസ്ഫിയർ മാത്രം പഠിച്ചാൽ മതി? ഉത്തരാർദ്ധഗോളം മാത്രം പഠിച്ചാൽ മതി. ഉത്തരാർദ്ധഗോളം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇത് എർത്താണെന്നെ, എർത്തിന്റെ മുകളിലുള്ള ഭാഗം, എക്വേറ്ററിന്റെ ഭൂമധ്യരേഖയുടെ മുകളിലുള്ള ഭാഗമാണ് ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധഗോളം എന്നുള്ളത്. ഇവിടുത്തെ മാത്രം പഠിച്ചാൽ നോർമലി എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ഉത്തരാർദ്ധഗോളത്തിൻ്റെതാണ്. ദക്ഷിണാർദ്ധഗോളത്തിൻ്റെത് അഥവാ ചോദിച്ചാൽ, സദേൺ ഹെമിസ്ഫിയറിന് ചോദിച്ചാൽ ഒന്നുമില്ല, ഇതിന്റെ ഓപ്പോസിറ്റ് എഴുതി കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഓട്ടം ആണെങ്കിൽ അവിടെ സ്പ്രിംഗ് ആയിരിക്കും, ഇവിടെ വിന്റർ ആണെങ്കിൽ അവിടെ സമ്മർ ആയിരിക്കും, ഇവിടെ സമ്മർ ആണെങ്കിൽ അവിടെ വിന്റർ ആയിരിക്കും, ഇവിടെ സ്പ്രിംഗ് ആണെങ്കിൽ അവിടെ ഓട്ടം ആയിരിക്കും. നേരെ തല തിരിച്ചിട്ട് അങ്ങോട്ട് എഴുതി കൊടുത്താൽ എന്ത് ചെയ്തു? ഈസിയായി. രണ്ടും കൂടെ പഠിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് എന്ത് വരും? കൺഫ്യൂഷൻ വരും. സോ അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് എൻ്റെ മക്കളെ. ഈസി ആയിട്ട് നമ്മളെ കൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ SSLC എക്സാമിനേഷൻ അടക്കം ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഓണം എക്സാമിനേഷൻ. ഇതൊരു ചോദ്യമായിരിക്കും, ഉറപ്പിച്ചോ. ചോദ്യം ഇതാണ്: ദ അപ്പിയറൻസ് മൂവ്മെന്റ് ഓഫ് ദ സൺ ഈസ് എ ബേസിക് കോസ് ഓഫ് ദ ഒക്യുറൻസ് ഓഫ് സീസൺ. അത് നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റാ അല്ലെ? നമ്മുടെ സൂര്യന്റെ പ്രകടമായ ചലനമാണ് ഋതുക്കൾ ഉണ്ടാവാനുള്ള കാരണം. ചോദ്യം അതല്ല. വാട്ട് ഈസ് അപ്പിയറൻസ് മൂവ്മെന്റ് ഓഫ് ദ സൺ? എന്താണ് സൂര്യന്റെ അയനം എന്നാണ് എ ക്വസ്റ്റ്യൻ. എന്നാ ബി ക്വസ്റ്റ്യൻ ഏതാണോ? കമ്പയർ ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. ഉത്തരായനവും ദക്ഷിണായനവും താരതമ്യം ചെയ്യുക. രണ്ട് ചോദ്യങ്ങളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് സൂര്യന്റെ അയനം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എർത്താണെന്ന് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ട്. ഇത് ഇക്വേറ്റർ ആണല്ലോ, ഇത് ഇക്വേറ്ററാ. ഇതിൽ ഇവിടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരിക, ഇവിടെയാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരിക. ഇത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്, ഇത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ്. മലയാളത്തിലാണെങ്കിൽ ഇതാണ് ഉത്തരായന രേഖ, ഇതാണ് ദക്ഷിണായന രേഖ. ഓക്കെ, ഇത് രണ്ടും നമുക്കറിയാം. 23.5 ഡിഗ്രി നോർത്തും 23.5 ഡിഗ്രി സൗത്തും ഇല്ല, ഇതിന്റെ ഡിഗ്രീസ് ഒക്കെ അറിയാം. ഇതിനിടയിൽ സൂര്യൻ മൂവ് ചെയ്യുന്നതിന്, ഉത്തരായന രേഖക്കും ദക്ഷിണായന രേഖക്കും ഇടയിൽ സൂര്യൻ മൂവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് അപ്പിയറൻസ് മൂവ്മെന്റ് ഓഫ് ദ സൺ. പറഞ്ഞ വാക്ക് നോക്കിയതാ: ദ പൊസിഷൻ ഓഫ് ദ സൺ ഷിഫ്റ്റ് അപ്പിയറൻലി ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖക്കും ദക്ഷിണായന രേഖക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? എന്ത് വിളിക്കും? അപ്പിയറൻസ് മൂവ്മെന്റ് ഓഫ് സൺ അഥവാ സൂര്യന്റെ അയനം എന്ന് വിളിക്കും. ഈ സൂര്യന്റെ അയനത്തിന്റെ തൊട്ട് ബാക്കി വരുന്ന ഉത്തരായനവും ദക്ഷിണായനവും. ഉത്തരായനം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഇതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കാപ്രിക്കോൺ, ഇതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇതാണ് ദക്ഷിണായന രേഖ, ഇതാണ് ഉത്തരായന രേഖ. നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ ഉത്തരായന പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് സൂര്യൻ ഇതാ ഇവിടെ നിന്ന് ഇവിടേക്ക് മൂവ് ചെയ്യുക എന്ന് വെച്ചാൽ, ഇവിടേക്ക് എന്ന് പറഞ്ഞ സമയത്ത് ഏതാ? ഈ സൈഡ് നമ്മൾക്ക് അറിയാവുന്നതാണ്. മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ നോർത്ത് ആണ്, താഴെ ഭാഗം എന്ന് പറഞ്ഞാൽ സൗത്ത് ആണ്. അപ്പൊ നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്ക് കിട്ടോ, മലയാളം മീഡിയം മക്കൾക്ക് വേണ്ടിയിട്ട്. സൂര്യന്റെ വടക്കോട്ടുള്ള പ്രയാണം, സൂര്യന്റെ വടക്കോട്ടുള്ള പ്രയാണം ഇംഗ്ലീഷിലാണെങ്കിൽ എന്ന് പറയും ദ നോർത്ത് വാർഡ് മൂവ്മെന്റ് ഓഫ് ദ സൺ, ദ നോർത്ത് വാർഡ് മൂവ്മെന്റ്. അപ്പൊ നോർത്ത് വാർഡ് എവിടുന്ന തുടങ്ങുക? ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ. എവിടുന്ന തുടങ്ങുക? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ വടക്കോട്ടുള്ള പ്രയാണമാണ് ഉത്തരായനം. ഇസ് എ നോർത്ത്വാർഡ് മൂവ്മെന്റ് ഓഫ് ദ സൺ. ഇതിന്റെ ഡേറ്റും കൂടെ എൻ്റെ മക്കളൊന്ന് പഠിച്ചു വെക്കണം. ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 22 ആയിരിക്കും. എൻഡ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 21 ആയിരിക്കും. സോ ഡിസംബർ 22 മുതൽ ജൂൺ 21 വരെ ആയിരിക്കും ഇതിന്റെ ദിവസം എന്ന് പറയുന്നത്. മാത്രമല്ല അടുത്തൊരു പോയിന്റ് കൂടെ പഠിച്ചിടാം. ഫോർ ദ കംപ്ലീഷൻ ഓഫ് വൺ ഉത്തരായനം ടേക്സ് 6 months. ഒരു ഉത്തരായനം പൂർത്തീകരിക്കാൻ നമുക്ക് വേണ്ട സമയം എത്രയാ? 6 മാസമാണ്. ആ പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ദക്ഷിണായനം എഴുതാൻ ഭയങ്കര ഈസിയാ. ദക്ഷിണായനം എന്ന് പറഞ്ഞാൽ നേരെ തല തിരിച്ചാൽ മാത്രം മതി. ദക്ഷിണായനം സൂര്യൻ എന്ത് ചെയ്യുന്നു? സൗത്ത് വേർഡ് മൂവ്മെന്റാ. സൂര്യന്റെ തെക്കോട്ടുള്ള മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ദക്ഷിണായനം എന്ന് പറയുന്നത്. സെയിം പോയിന്റുകൾ തന്നെയാണ് പിന്നീട് ഇവിടെ എഴുതാനുള്ളത്. ഇവിടെ എന്ത് ചെയ്യുന്നു? ജൂൺ 21 തുടങ്ങുന്നു, ഡിസംബർ 22 അവസാനിക്കുന്നു. അതുപോലെ തന്നെ ഫോർ ദ കംപ്ലീഷൻ 6 months, 6 മാസം എടുക്കുന്നു. സോ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകളാണ്, ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്തിട്ടുള്ളത്. സോ മക്കളെ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ മക്കളെല്ലാവരും നമ്മുടെ ലൈവുകളിലൊക്കെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കാം. ആപ്പിൽ ജോയിൻ ചെയ്യാത്ത മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആപ്പിൽ ജോയിൻ ചെയ്തിരിക്കുക. നമുക്ക് അവിടെ അടിപൊളിയായിട്ട് പഠിക്കാനുള്ളതാണ്. സോ ഒരിക്കലും ഓണപരീക്ഷയിൽ 1 മാർക്ക് പോലും എൻ്റെ മക്കൾക്ക് മിസ്സാവരുത്. ഇതുപോലത്തെ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടടാ? അടിപൊളി സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ടോടാ. ശരി, ടാറ്റാ, ബൈ, സീ യു ഓൾ.